നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്തിരി ലെങ്ത്ത് കൂടിയതാട്ടാ. ഇത്തിരി ക്ഷമയുള്ളൊരു മാത്രം കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകട്ടാ. ഹായ്, ഞാൻ ഇപ്പോൾ ഉള്ളതേ തൃശ്ശൂർ ജില്ലയിൽ കുന്നത്തുകാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടാ. അവിടെ നമ്മുടെ ഈ ഓല കൊണ്ട് പന്തും കിളികളൊക്കെ ഉണ്ടാക്കണം. നമ്മൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ആ ഓർമ്മകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് അങ്ങനെ ഉണ്ടാക്കണ ഒരു കുട്ടപ്പനാശാനുണ്ട്. ആളുടെ അടുത്താട്ടാ. ആളുടെ കാഴ്ചകളും വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. പോയാലോ? വാ. നമ്മുടെ കുട്ടപ്പനാശാൻ കേട്ടോ, നമ്മുടെ വടമേലുള്ള കലാകാരനാണ്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എന്തിനാ ഉണ്ടാക്കണ്ട? നമുക്ക് എത്ര വർഷമായി ഇത് ഉണ്ടാക്കി തുടങ്ങിയിട്ട്? ഞാൻ ചെറുപ്പത്തിലെ തുടങ്ങി സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഉണ്ടാക്കും. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം എനിക്ക് 73 കഴിഞ്ഞു. അപ്പോൾ സ്കൂളിൽ പോണ സമയത്തോട്ട് ഉണ്ടല്ലേ? അന്ന് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിൽ വിളക്കൊക്കെ ആകുമ്പോൾ കെട്ടുകാരെ വിളക്കൊക്കെ ആകുമ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ അരി കിട്ടുന്നപ്പം ഒരു തക്കയൊക്കെ ഉണ്ടാക്കി 4 കോലിക്ക് ഇടും. എങ്ങനെ പഠിച്ചത് ഇതൊക്കെ? പഠിച്ചെന്ന് വെച്ചാൽ അതിൽ വളരെ വേദന്മാർ മറ്റേ കളം പാട്ടിന് വരുമായിരുന്നു. അപ്പോൾ അവർ തത്തയുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് കൊണ്ടുവന്ന് എടുത്തു കൊണ്ടിട്ട് ഞാൻ അടിച്ച് ആണ് ഉണ്ടാക്കി പഠിച്ചത്. അവരുണ്ടാക്കിയത് നമുക്ക് കിട്ടിയിട്ട് അത് അഴിച്ചിട്ട് ആദ്യം റീഫിറ്റ് ചെയ്തു അല്ലേ? അങ്ങനെ ഉണ്ടാക്കിയല്ലേ? പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പന്ത് പഠിച്ച സാധനം അതുമേ ഈ പഞ്ചായത്തം പോലെ കുമ്മിളൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അത് 10 രൂപ കൊടുത്താലും മേടിച്ചു. എന്നിട്ട് വീട്ടിൽ ഇവിടെ വന്നിട്ട് ഞാൻ ഇതിൽ കഥ അടച്ചിട്ട് അവസ്ഥയിൽ നിന്ന് പറഞ്ഞത് ആര് കാണാനില്ല. പണിക്ക് പോയിട്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേക്കേ ചെറുപ്പകാലത്ത് വാച്ച് ഉണ്ടാക്കാറില്ലേ? അത് നമുക്ക് ഉണ്ടാക്കിയാൽ പറ്റുമോ? വാച്ച് ഉണ്ടാക്കാം. അത് സിമ്പിളാണോ? അത് സിമ്പിളാണ്. അത് HMT ഉണ്ട്, മറ്റേ പഴത്തെ ഇതിലുള്ള വാച്ചുകളൊക്കെ ഉണ്ട്. ഏത് വാച്ചാണ്? നമുക്കൊരു വാച്ച് ഉണ്ടാക്കാം. വാച്ചുണ്ടാക്കാം. ഇത് നമുക്ക് കണ്ട് പഠിക്കണവർ പഠിക്കട്ടെ. ഒന്നും ഉണ്ടാക്കിയതാ? നമ്മൾ പഠിക്കുന്നവർക്ക് പിള്ളേർക്ക് പഠിക്കുകയും ചെയ്യാലോ. പഠിക്കാം. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് അറിയില്ലല്ലോ ഇതിനെ പറ്റി. വാച്ചിൻ്റെ പണി കഴിഞ്ഞു. അതെ, ഇത്രയുള്ള വാച്ച് ആണോ? ഇനി ഇതിന് ടൈമൊക്കെ ഇങ്ങനെ തൂത്തുപോലെ ഉണ്ടാക്കി ഇട്ടേക്കണം. അത് അണ്ടർലൈനാണ്. അത് കാണാൻ പറ്റില്ല. കാണാനുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. സ്റ്റാഫ് ഉണ്ടാക്കണ്ടേ? സ്റ്റാഫ് ഉണ്ടാക്കണം. എൻ്റെ വാച്ച് ഒന്ന് എൻ്റെ കൈ വന്ന് കിട്ടിയ ചിറ്റിയതാ. കൈ കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? പ്രായത്തിൻ്റെ ഒരു പ്രശ്നമാണല്ലേ? ആ, ഇതാണ് വാച്ചിട്ടാ. കൈക്ക് എങ്ങനെ ബുദ്ധിമുട്ടായിട്ട് കുറേ നാളായാ? 5 വർഷമായി. 5 വർഷം മുന്നേ നല്ല ഉഷാറായിരുന്നു അല്ലേ? ഇത് നമുക്ക് തട്ടയാണോ ഉണ്ടാക്കണം?
ഉണ്ടാക്കുന്നുണ്ട് ഒരു പെട്ടെന്ന് ആൾക്കാർക്ക് പഠിക്കാൻ പറ്റില്ല. അതെ, എനിക്ക് പെർഫെക്റ്റ് കൂടുതല. ഇതൊന്നും ആൾക്കാർ പഠിക്കട്ടെ, ഇനി വല്ലവർക്കും പഠിക്കണമെങ്കിലേ. പിന്നെ പഠിത്തിന് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക വേണ്ടു, പഠിക്കേണ്ട ആവശ്യമില്ല. അതാണ്. നോലം അറിയണം. ഇപ്പം ഈ വർഷം അടുത്തത് കഴിഞ്ഞു. ഈ മറുകയിൽ കൊടുത്തിട്ട് ഈ കൈ കൊണ്ട് ഇതിങ്ങനെ പിടിച്ച് വളർത്താൻ എളുപ്പം കഴിയും. എന്നിട്ടൊന്ന് മുറുക്കുക, എന്നിട്ട് ഏത് ദിവസത്തേക്ക് കളിക്കുക, ഇത് കൊടുക്കാം. എന്നിട്ടൊന്ന് കോട്ടണം, പതുക്കെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കോട്ടണം, ട്രയാങ്കിൾ പോലെ ഇങ്ങനെ കോട്ടുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ തല്ലിയാൽ നമുക്ക് ലാഭം കിട്ടും സമയം. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും കുത്തി വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി മറു ദിവസത്തേക്ക് ഇപ്പോൾ അടുത്ത ദിവസത്തെ കഴിഞ്ഞു, ഈ 7 ദിവസം കൈ മറിച്ച് മറിച്ച് ചെയ്യണം. എന്താ പണ്ടൊക്കെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചെയ്തായിരുന്നല്ലേ? ഇപ്പൊ കൈ ഇങ്ങനെ വരയ്ക്കുന്നതായിരുന്നേ. പിന്നെ കൈ മാത്രമല്ല, എനിക്ക് തണ്ടലും ഇത് തലയിലാക്കാൻ പോകണം. തല ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കുക. എന്നിട്ട് ഇത് ഇതിനോട് കളിപ്പിക്കണം. ഇങ്ങനെ കളിപ്പിക്കണം, കണ്ടോ? എന്നിട്ട് ഈ വശം ഈ വെല്ലോട് അമർത്തി പിടിച്ച് ഇതിന് കൊമ്പിൽ രൂപത്തിലുള്ളത് ഇങ്ങനെ വളർത്തി അതിൻ്റെ മുകളിൽ പിടിച്ച് എടുക്കുക. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ വിരലുകൊണ്ട് ഇങ്ങനെ ഈ വെറുപ്പ് കാണിക്കില്ലേ, അതുപോലെ ഇങ്ങനെ തന്ന് കാണിച്ചാൽ ഈ കാര്യങ്ങളപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ വിരലുണ്ടേ ഇതിങ്ങനെ ചേർക്കാം. ഈ തത്തയുടെ ഇവിടെ വരയുള്ളതാണല്ലോ, ആ വരയുന്നത്. ഇതെവിടെയെങ്കിലും പഠിപ്പിക്കാൻ പോകാറുണ്ടോ? ഞാൻ കരിന്തക്കുടിയിൽ ആയിരുന്നപ്പോൾ ക്ലബുകളിൽ പോകാറുണ്ട്, സ്കൂളിൽ കോളേജിലൊക്കെ പോകാറുണ്ട്. കോളേജുകളിലൊക്കെ പോയി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ തൃപ്പൂണിത്തുറ സ്കൂളിലായി ഞങ്ങൾ എല്ലാ കൊല്ലം പോകാറുണ്ട്. അതല്ലേ? അല്ല, അവാർഡ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അവാർഡ് പറഞ്ഞ് കിട്ടി. എവിടെന്നാ? കണ്ണൂര്. അതല്ലേ? അത് പോപ്പുലറിൻ്റെ അവാർഡ്. അതല്ലേ? സ്പീഡിലൊക്കെ ഇതിപ്പോൾ കൊല്ലം 10 കഴിഞ്ഞു. മുന്നണി 10 ഉണ്ടാക്കി കഴിയും അല്ലേ? ഇപ്പം ഈ വളയെന്ന് വലിച്ചു മുറിക്കാൻ ഞാൻ കഷ്ടപ്പെടാം. കൈ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലേ? ഇപ്പം അത് കഴിഞ്ഞു. ഇനി
ഈ കാലം ഒട്ടിക്കണം. ഇനി പിൻ ചെയ്യണം. ഒരു വശം പിൻ ചെയ്ത് നേരത്തെ ചെയ്യണം. ഇതിന് വല്ല പ്രത്യേകം കത്തിയോ അങ്ങനെ വല്ലതും വേണോ ആയുധങ്ങൾ? നല്ല മൂർച്ചയുടെ കത്തികൾ വേണം. ആ, അതിന് പോയിന്റോ അങ്ങനെയൊന്നും വേണ്ടല്ലേ? പിന്നെ പണി ഏതാണ് ഈ കാണുന്നൊക്കെ. ആ, ഈ കത്രയൊക്കെ മതി അല്ലേ? കത്തിര, പപ്പട കോല്. അതിട്ട് തുറക്കാനാ. ആ, മക്കൾ എത്ര ആളുണ്ട്? മൂന്നാളുണ്ട്. 2 പെണ്ണും ഒരാണും. ആ ആ. ഇതാണ് തത്ത. നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ അമ്പലം പന്തലുണ്ടാകൂലേ, പന്തലിന് ചുറ്റും അരങ്ങിടും. അപ്പം അരങ്ങിന് 4 മൂലയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കെട്ടി തൂക്കി മുളക് എന്തെങ്കിലും വെക്കും. ചുമന്ന പൂവൊക്കെ വെക്കും. എന്നിട്ട് കെട്ടി തൂക്കിയിടും. കിളി അല്ലേ? കിളി. നമ്മുടെ ആദ്യത്തെ കിളി ഇത് തന്നെ കേട്ടോ. അല്ല, ആദ്യത്തെ അല്ലേട്ടാ, രണ്ടാമത്തെ. ഇനി നമുക്ക് അടുത്തത് എന്തിനാ ഉണ്ടാക്കണ്ടേ? അടുത്തതേ നമുക്ക് എന്തിനാ ഉണ്ടാക്കാൻ പറ്റുക? ഞണ്ട് അല്ലേ? പാടത്തേക്കുള്ള ഈ ആ ഫൗണ്ടേഷനായി. ഫൗണ്ടേഷനായി. ഞണ്ടിൻ്റെ അല്ലേ? ഇനി പിൻ ചെയ്യണം. അവിടെ പിൻ ചെയ്യണം. ആ, ഇപ്പോഴത്തെ തലമുറക്ക് ഇതൊന്നും അറിയില്ലല്ലോ, ഈ ഓല കൊണ്ട് ഉണ്ടാക്കണ കാര്യങ്ങളൊന്നും. പിന്നെ ഓല മെടയിൽ ഇതുണ്ട്. ഈ ഓല നിവർത്താണ്ടേ ഓല മെടയും. അത് 5-6 കൊല്ലം നിൽക്കുന്നത്. അതല്ലേ? ഞങ്ങൾ പണ്ടത്തെ വരെ ഇരുന്നപ്പോൾ തട്ടുമൂടി ഇട്ടിരുന്ന അതാണ്. അതല്ലേ? എന്നിട്ട് അതിന് മുകളിൽ വക്കോല എടുത്തത്. ആ, അത് രമേശിൻ്റെ അടിയൻ്റെ കല്യാണം ഒറ്റപ്പാലത്തുണ്ടായി. അവിടെ പോയപ്പോൾ കണ്ടുപിടിച്ചതാണ്. ഇത്രയുള്ള നെഞ്ചിൻ്റെ ഭാഗം. ഇനി അതിൻ്റെ അവയവങ്ങൾ ഉണ്ടാക്കണം. ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭാഗം. ഇത് നമ്മൾ കഴിക്കുന്ന ഭാഗമാണ്. ഇനി അതിൻ്റെ ഈ കാലുണ്ടല്ല, ഇരിക്കണ കാല്, അതൊക്കെ ഉണ്ടാക്കണം.
കാലം നിൽക്കാം. ആ ആ വരാണ്ടേ എനിക്ക് ആദ്യം ഞാൻ നിൽക്കാൻ പറ്റില്ല, അതല്ലേ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമ വെച്ചാൽ ഞാൻ 2000 കെട്ടി കെട്ടു ഇങ്ങനെ ഓരോട്ട് ബാഗുണ്ടാക്കാനേ. ആ ആ അത് ഒരു രാത്രി പറഞ്ഞിരിക്കുക, ഒരു രാത്രി ഒരു 2-3 കാര്യം മേടിച്ച് നേരെ മേടിച്ച് വരുന്ന ബാഗായി കാജപേടിയ കാലവീടി. ഞാൻ ഇപ്പോഴേ വീട് മേടിക്കേണ്ടുള്ളൂ. അതല്ലേ 50 വീട് എനിക്ക് വേണമായിരുന്നു. അതെ അങ്ങനെ വീട് കമ്പനായിരുന്നു. പിന്നെ എൻ്റെ ശരീരം സംബന്ധിച്ച് കുറച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരെ നഖം വേണമെന്നുണ്ട് അല്ലേ? മകമാണ്. നഖം വളർത്തണം അല്ലേ? ഈ ഓല കീറുമ്പോഴൊക്കെ എളുപ്പത്തിനാണോ അത്? എളുപ്പത്തിന് ഞാൻ കൈ കൊണ്ട് വലിച്ചിട്ടുണ്ട്. ക്ഷമ വേണം. എന്നെ ചെയ്ത് ഇവിടെ ചെയ്ത് പറഞ്ഞു ഇതൊക്കെ രാവിലെ ഒന്നില്ലാണ്ട് കഴിഞ്ഞ് ഇതിനുണ്ടാക്കുന്നത്. അതല്ലേ ഇത് കണ്ടിട്ടെങ്കിൽ വല്ലവരും പഠിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നാൽ പഠിപ്പിച്ചു കൊടുക്കുമെന്നോ? പിന്നെന്താ എന്നോട് സഹായിക്കാൻ പറ്റാതെ. അപ്പോൾ നമ്മുടെ കുട്ടപ്പനാച്ചൻ്റെ അടുത്ത് ഈ വരണമെങ്കിൽ വരാട്ടാ. വടമേല് വന്നിട്ട് ആരോട് ചോദിച്ചാലും പറയൂലേ? ഇവിടെ എനിക്ക് 1-2 ശിഷ്യന്മാരുണ്ട്. ഇവിടെ ഈ പുത്തുനേരിൽ ഉണ്ടല്ലേ സുബ്രഹ്മണ്യൻ, അതല്ലേ പിന്നെ കുണ്ടൂര് പ്രസാദ്, ആ ആ അവരൊക്കെ ഞാൻ പഠിപ്പിച്ച. ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ ചെയ്ത് പറയും. അതല്ലേ കണ്ണ് കാഴ്ച കുറവുണ്ട്. ആ ആ കണ്ണിന് ചെറിയ കാഴ്ച കുറവുണ്ടല്ലേ? കണ്ണട വയ്ക്കാറുണ്ടോ? എന്നിട്ടോ ഇത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ കിട്ടുള്ളൂ. ഇതിങ്ങനെ അല്ല ഇപ്പം ഞണ്ട് കടിക്കില്ല. ഇപ്പോൾ അതിൽ പിടിച്ച് കെട്ടിട്ട് നമുക്ക് തരാം. ആ അപ്പം നമുക്ക് ഞണ്ട് പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കെട്ടിട്ട് തരൂല്ലേ? കിട്ടി തരില്ല. അത് നമ്മുടെ കാരണതേ കടിച്ച് ഇതുകൊണ്ട് എടുക്കൂലേ? അല്ല ഇത് മുഴുവനത്തിനകത്ത അടിപൊളിയായിരിക്കും. ഞണ്ട് കേട്ടാ എങ്ങനെയുണ്ട്? ഇത് നമ്മുടെ ഇറുക്കണ ഇതാണല്ലേ അത്? ആ നമുക്ക് വാച്ചായി കിളിയായി ഞണ്ടായി. ഇനി അടുത്തത് നമുക്ക് എന്തിനാ ഉണ്ടാക്കാം? ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? കുഴപ്പമില്ലല്ലേ? നമുക്ക് എന്തിനാ ഉണ്ടാക്കാൻ പറ്റുക? ഒരു എയറോപ്ലെയിൻ അല്ല എയർപ്ലെയിൻ. ആ അതിൻ്റെ
ബാക്കി നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഓല കണ്ടിട്ടായിട്ടില്ല. ആ അതെ, ആ നമുക്ക് എയർപ്ലെയിൻ നോക്കാം. ഹെലികോപ്റ്ററാണോ ഉദ്ദേശിക്കുന്നത്? ഹെലികോപ്റ്റർ ആ കണ്ണട വെക്കണ. ഇതിനോട് കണ്ട നല്ല വീതിയുള്ള ഓലമാണായിരുന്നു. ആ വീതി കൂടിയ ഓലാണല്ലേ? ഇതിലൊക്കെ ആ നമുക്ക് അതിൽ നിന്ന് എടുക്കണ ഇതൊന്നും വേണ്ട, ആണല്ലേ? ചെറിയ മതി. അദ്ദേഹത്തിന് കിട്ടിയതാണ് കേട്ടോ കേരള ഫോക്ലോറിൻ്റെ അവാർഡ്. കണ്ണൂരിൽ നിന്നല്ല കിട്ടിയത്? കണ്ണൂരിൽ നിന്ന് കിട്ടിയതാണതെ. പിന്നെയുള്ളത് ഇതെവിടെ നിന്ന് കിട്ടിയ കുട്ടപ്പനാശനെ? ഇത് ഏത് പഞ്ചായത്താ? മാളയെന്നല്ലേ? ഏ അടുത്ത ആദരവ്. പിന്നെ ഇതെവിടുന്നാ? ഫോക്ലോറിൻ്റെ തന്നെ ചാലക്കുടി. ഇതിനാക്കണം. ഈ കൈ അങ്ങോട്ട് പോന്നോട്ടെ. അയ്യാ ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. അതെ.
കേട്ടോ ആയിട്ട് തോന്നുന്നത്. അതന്നെ ഇത് 28 അത് ശരിയാണോ? അത് 28 ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചു അല്ലേ? ആ ഇതിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ തലയാണോ അത്? അതിൻ്റെ വശം നമ്മളിരിക്കുന്ന സ്ഥലം. ഓ തന്നെയാണല്ലേ. ഈ വാലുള്ളത് കേബിൾ എടുക്കാനാ ബോട്ടിൽ അടിക്കട്ടെ പറയാം. ചെറിയ ഹെലികോപ്റ്ററാണ്. ചെറിയ ഹെലികോപ്റ്ററാ. ആ ചെറിയ ഹെലികോപ്റ്റർ ആണല്ലേ. കട്ട് ചെയ്യാൻ എത്രയാണോ? ആകത്തിലല്ല, ആകത്തില മീനിൻ്റെ ചെറുതുണ്ട്. ആ ഇങ്ങനെ പണി. ഇതിന് ഓല മാത്രം അതിലാ ഇർക്കിലിയും വേണം അല്ലേ ശരിക്കും? ഇത് വേണം. ആ പപ്പടക്കോല് ഈ ഹെലികോപ്റ്റർ ഉണ്ടാക്കാനാണല്ലേ കൂടുതൽ ഉപയോഗിക്കുക? ഇത് കളറ് വേണേ. ആ ഇതിന് കൂടെ അല്ലേ? അതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ പോയില്ലെങ്കിൽ പോട്ടെ. അങ്ങനെ പോയില്ലെങ്കിൽ പോട്ടെ. അതെ. ഇതിൻ്റെ സ്റ്റാൻഡ് ആ ഇതിലേക്കാണോ കണ്ടത്? അതിലേക്ക് ഞാനൊക്കെയാണ്. വള്ളി അപ്പം തുളച്ചുണ്ടാക്കിയത് മാറ്റിയ ആ ഉണ്ടല്ലേ.
എന്നിട്ട് ഇതിന്റെ മുകളിൽ പങ്കുവെക്കും. പങ്കുവെക്കും. ലീഫ് കട്ട് ചെയ്ത് കളയില്ല, ചെറുതായിട്ട് കത്തരെ. അപ്പടം ഒരു കുത്തണ അത് ഇത്ര പൊക്കുണ്ടാവും അത്. ഇതിൻ്റെ ആളുകൾ വെച്ച് അതിൽ പട്ടിമില്ല വെച്ച് ഇറക്കിക്കാണ്. ഇറക്കി വെച്ച് ഇറങ്ങി ഇറങ്ങി അങ്ങനെ നമ്മുടെ ഹെലികോപ്റ്റർ റെഡിട്ടാ. ഇനി നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പോണത് സ്റ്റാർ അല്ലേ? സ്റ്റാർ ഉണ്ടാക്കാൻ എളുപ്പമാണോ? അതെ.
ഈ മറുവശം. ശരിക്കും ഇതൊരു പച്ചോല തന്നെ വേണമല്ലോ അത്. പച്ച ഉണക്കം വന്നാൽ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഉണക്കം വന്നാൽ കുതിർത്തിട്ട് വരും. ഓ, പിന്നെ കുതിർത്തിട്ട് വേണം ചെയ്യാനല്ലേ? പച്ചോലാകുമ്പോൾ സുഖമാണ്. അത് ഇത് മൊല്ലിച്ച പോലെയായി പോയി. ഒന്നുകൂടി പച്ച വേണം അല്ലേ? അല്ല, പച്ച വെച്ചല്ലേ ഇത് കേട് വന്നല്ല, അത് അല്പം മൂപ്പ്. ഇത് കുരുത്തോലാണോ ശരിക്കും ചെയ്യുക? ഏറ്റവും നല്ലത് കുരുത്തോലയാണ്. അതല്ലേ? കുരുത്തോല വളഞ്ഞു കിട്ടേ ഇതിങ്ങനെ വളയ്ക്കുമ്പോൾ അത് ശരിക്കും എനിക്ക് ഈ വിരല് വഴങ്ങില്ല. ഇനി വിരലുകളൊക്കെ അങ്ങനെ ഇങ്ങനെ പോകും. അതാണ് ബുദ്ധിമുട്ട്. നമ്മൾ ബുദ്ധിമുട്ടിക്കല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ പിന്നീട് എടുക്കാം. ഇങ്ങനെ പടക്കം ഉണ്ടാക്കിയാന്ന് പറയട്ടാ. മീനും മതി. കൈ വളയല്ലേ. വലിയ കാലത്ത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇത് തട്ടാൻ്റെ പണിയാണ്. തട്ടാന്മാർക്ക് അവരുടെ പണി വൈഭവം കാണിക്കുന്നത്. അത് ഇപ്പോൾ ഒരു വശം കണ്ടീഷനായി. ഇനി ഈ വശം ഒരു വശം പണി വേറെയാണ്. ഇത് നെഞ്ചിനോട് ചേർന്ന് ഇരിക്കുന്ന ഭാഗമാണ് ഈ വശം. അപ്പം അമർന്നിരിക്കണം. ഇത് മാലയാണ്. മാലയ്ക്ക് ലോക്കറ്റാണ്. മറ്റേ സ്റ്റാർ അല്ലേ? ലോക്കറ്റ്. അതിന്റെ പണി ഇങ്ങനെയാണ്. നക്ഷത്രം തന്നെ. അത് കെട്ടി തൂക്കിയിട്ട് മാല കൊച്ചുപിള്ളേർക്ക് മാലന്ന് കെട്ടിട്ട് കൊടുക്കും. താഴെ അതിന് രണ്ട് വശമുണ്ട്.
രണ്ടു വശം രണ്ട് രണ്ട് സൈഡ് നിങ്ങളുടെ നോക്കൂട്ടാ. ഡിസൈനാ. എന്നിട്ട് ഉണ്ടാക്കാൻ പോണ നമ്മള് പടക്കം 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 പടക്കണല്ലേ? ഓലപ്പടക്കല്ലേ അത്? ഓലപ്പടക്കം. ആ ആ പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ? ഇതിലിങ്ങനെ മരുന്ന് നിറയ്ക്കുന്നതിൽ തന്നെ മരുന്ന് നിറയ്ക്കാം. ആ അതല്ലേ. മരുന്ന് നിറയ്ക്കാൻ കേട്ടാ. ആ അതിലാണ് മരുന്ന് നിറയ്ക്കുന്നത് അല്ലേ? ആ നിറച്ചു ആ മറ്റേ തിരിയില്ലേ? ഒരു തിരി. ആ ആ എനിക്ക് തിരിഞ്ഞു പോയി ഞാൻ. അതെ ഇവിടെ നീങ്ങിയിരിക്കും. ഈ പടക്കം കെട്ടണവർ ഇങ്ങനെ തന്നെയാണല്ലേ കേട്ടാ? ആ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതല്ലേ. പണ്ട് മുതലേ ഇപ്പൊ ഉണ്ടാക്കണ പടക്കമൊക്കെ ഇത് തന്നെയാണല്ലേ ഓലപ്പടക്കം ഇങ്ങനെ തന്നെയാണ് ഇരിക്കണല്ലേ? ഇതേണ്ട. ആ ആ ആ ഓ അങ്ങനെ നമ്മുടെ പടക്കായി. കത്തരയല്ലേ വേണ്ട? കത്തി. ഈ എന്നിട്ടെങ്ങി ആ നമ്മുടെ ഓലപ്പടക്കണ്ട നമ്മളെ വിഷുവിനൊക്കെ പൊട്ടിക്കില്ലേ, ദീപാവലിക്ക് ഉപയോഗിക്കുന്ന ഓലപ്പടക്കണ്ട. നമ്മൾ എന്നിട്ട് ഉണ്ടാക്കാൻ പോണത് മീനുണ്ടാക്കാം. മീൻ. ആ അപ്പം നമുക്ക് അവസാനമായിട്ട് മീൻ ഉണ്ടാക്കട്ടാ. മീനാണ് ആളുണ്ടാക്കാൻ പോണത്. ആൾ ഒരുപാട് ഐറ്റം ഉണ്ടാക്കൂട്ടാ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് വിശദീകരിക്കണില്ല. പിന്നെ ആളുടെ ആരോഗ്യസ്ഥിതി ഇത്തിരി കൈ കൊണ്ട് കാലിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം നമ്മൾ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാനുള്ളൂ അല്ലേ? കളിപ്പന്തൊക്കെ ഉണ്ടാക്കാറില്ലേ? കളിപ്പന്തുണ്ടാക്കും. ആ ഏറുപന്ത്, കളിപ്പന്ത്. ആ അതിൻ്റെ ഉള്ളിൽ കല്ല് വയ്ക്കും ആ ഏറുപന്തിന്. ഇത് പഠിക്കാനേ പിള്ളേരാരും കൂട്ടാക്കില്ല. ഇങ്ങനെ ഇരുന്ന് കൊട്ടയക്കണം. വെച്ചെടുക്കണേ. അത്ര മതി, അത്ര മതി. വാലണം.
എടുത്തേക്കത്തെ ഈ എത്ര ആ അങ്ങനെ നമ്മുടെ അവസാനത്തെ മീനും റെഡി ആയിട്ടുണ്ട് അതെ കണ്ടോ. അങ്ങനെ നമ്മുടെ കുട്ടപ്പനാശാൻ്റെ കലാവിരുത് കണ്ടില്ലേ. അടുത്ത വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.